അശ്വിനി, ഐ എം സോറി. ഹായ് സർ, എന്താ വേണ്ടേ? തനിക്കെന്താ വേണ്ടേ? എന്തായാലും 2 ബോബ. ഓക്കെ സർ. താനെന്താ പറഞ്ഞു തന്നെ സാറിന്? അത് എനിക്ക് അറേഞ്ച് മാരേജിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ വീട്ടിൽ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം സത്യത്തിൽ എനിക്ക് ലവ് മാരേജിനോടാണ് താല്പര്യം. താൻ ഒരുപാട് സിനിമയൊക്കെ കാണാറുണ്ടല്ലേ? അത്യാവശ്യം. ഓക്കെ, താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാരേജിന് ശേഷം ലവ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ആ റൊമാൻസ് ആണ് കുറച്ച് കൂടുതൽ സൗന്ദര്യം കൂടുമായിരിക്കും അല്ലേ? എക്സാക്ട്ലി. താൻ ഒരുപാട് സിനിമ കാണും അല്ലേ? ശരി, ഓക്കെ. ബോബ ഇപ്പോൾ വരും. അത് കുടിച്ച് തീരുന്നത് വരെ നമുക്കൊന്ന് സംസാരിക്കാമല്ലോ. നമുക്കൊന്ന് പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ. എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായും ഒരമ്മക്കുട്ടി ആയിരിക്കുമല്ലോ. പിന്നെ കോളേജ് വെച്ച് എനിക്ക് ലവ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. 1 വർഷം അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയാവൂ. എന്ത് പറ്റി? അവളുടെ മനസ്സിൽ അവൾ എന്താ ചിന്തിക്കുന്നത് വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എല്ലാ ആണുങ്ങളും പറയുന്നത് ടിപ്പിക്കൽ ആൻസറാണ്. പ്രേമിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞില്ലേ പിന്നെ അത് എന്ത് റിലേഷനാണ്? ശരി, ഇപ്പോൾ ഞാനാണ് എൻ്റെ എക്സ്. ചുമ്മാ വിചാരിക്കേ, താനാണ് ഞാൻ. ഒരു 10 മിനിറ്റ് നേരം എന്നെ സഹിക്കാൻ പറ്റുമോ നോക്കൂ. അതൊക്കെ വേണോ? എന്നെ തോറ്റ സമ്മതിച്ചു. ഓക്കെ. ഓക്കെ, എന്താ കഴിക്കാൻ വേണ്ടേ? തൻ്റെ ഇഷ്ടം. പാസ്ത? പാസ്ത തൻ്റെ ഇഷ്ടം. തനിക്ക് ഓക്കെ അല്ലേ? എനിക്കെന്താ ഇഷ്ടമെന്ന് നിനക്കറിയില്ലേ? സാൻഡ്വിച്ച്? എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. അതെന്ത് വിശക്കാത്ത? എനിക്ക് വിശക്കാത്തത് എന്താണെന്ന് പോലും നിനക്ക് അറിയില്ലേ? എടിയത് നിനക്കല്ലേ അറിയുള്ളൂ. എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ നോർമലായിട്ടല്ലേ പറഞ്ഞേ? ഇത് നോർമലൊന്നും അല്ല. എടി നോർമലായിട്ടാ പറഞ്ഞേ. എന്നാ ലവ് യു പറ. ലവ് യു. ഇഷ്ടത്തോടെ ലവ് യു പറ. എടി എന്റെ മുന്നിൽ കണ്ട ചുമ്മാ ചെയ്യുന്നല്ലേ? മാഡം ദേഷ്യപ്പെടല്ലേ. സോറി ഫോർ ദ ഡിലേ. ഈ റിലേഷൻഷിപ്പിൽ എന്താ ഇമ്പോർട്ടൻ്റ് എന്നറിയോ? ഈ ട്രിപ്പ്, പാർട്ടി, ഗിഫ്റ്റ്, ഇതൊന്നും അല്ലാണ്ട് എഫേർട്ട്. അവർ നമ്മുടെ ലൈഫിൽ വേണമെന്ന് ചിന്തിച്ചോട്ടെ നമ്മളിടുന്ന എഫേർട്ട് ഉണ്ടല്ലോ. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ്, ഇതെല്ലാം വച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഹലോ, കറക്റ്റ് അല്ലേ? Okay, it was a nice meeting. Thank you. Bye. അശ്വിൻ, ഓക്കെ. അല്ല, കല്യാണത്തിന് ശേഷവും പ്രേമിക്കാലോ.